ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിമാനം കയറുമ്പോൾ ഗസയിൽ ഇസ്രയേലി ആക്രമണത്തിൽ 90ഓളം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ലെന്ന് നെതന്യാഹുവും വെസ്റ്റ് ബാങ്ക് പിടിക്കാൻ ഇസ്രയേലിനെ അനുവദിക്കില്ലെന്ന് ട്രംപും പറയുന്നു. ഇപ്പോൾ ബി ജെയിംസ് ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് ബി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. ബി ജെയിംസിന് ഇത്രയും വിദേശ വാർത്തകളൊക്കെ കണ്ടും കേട്ടും പരിചയിച്ചും സംവദിച്ചും കഴിയുമ്പോൾ എങ്ങനെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നു എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ടല്ലോ. എസ്കേൻ, ഉറങ്ങാനൊക്കെ പറ്റും, പക്ഷെ ആര് പറഞ്ഞ പോലെ ഉറക്കം കെടുത്തുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണല്ലോ. അത് ഇസ്രായേലില് ഗസയിലാണെങ്കിലും അപ്പുറത്ത് ഉക്രൈനിലാണെങ്കിലും കാര്യങ്ങൾ കുഴപ്പമാണ്. മനുഷ്യന് വേദനയും മരണമൊക്കെ കാണുമ്പോൾ ഏത് മനുഷ്യത്തുള്ളവർക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികമാണ് എസ്കേൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇസ്രായേലിലേക്ക് വരാം. ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു UN-ന്റെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ ബെൻഗുറിയോൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ടെലവീവിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന സമയങ്ങളിലാണ് ഏറ്റവും വലിയ ആക്രമണം നടന്നത്. എന്നുവെച്ചാൽ ഒരു ഷോ ഓഫ് നടത്തിയിട്ട് അമേരിക്കയിലേക്ക് പോകുക. സാധാരണ ആഗോള തലത്തിലുള്ള ഇങ്ങനെ അസംബ്ലി നടക്കുമ്പോൾ ഈ ആക്രമണമൊക്കെ കുറച്ച് വെച്ച് ഞങ്ങൾ മാന്യരാണ് എന്ന് കാണിക്കാനാണ് ശ്രമിക്കുക. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് ഞങ്ങളിതാ എല്ലാം പിടിച്ചടക്കുകയാണ്. വളരെ ഇതെന്ന് പറയുക ഒരു വലതുപക്ഷ തീവ്രവാദിയായ ഒരു സിയണിസ്റ്റിൻ്റെ കുപ്പായം അണിഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വിജയിയുടെ കുപ്പായം, ഒരുപാട് 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ രക്തക്കറിയുമായിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ആ വിമാനം കയറാൻ ചെന്നത്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എതിർക്കുന്നത് ലോകരാജ്യങ്ങൾ മാത്രമല്ല, ഇസ്രായേലിൽ 1000-കണക്കിന് ആൾക്കാർ ആ എയർപോർട്ടിന് ചുറ്റും പ്രതിഷേധവും പ്ലേക്കാർഡും ഈ ഇസ്രായേലിൻ്റെ പതാകയുമായി ചെന്നുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത്. ആ പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് അദ്ദേഹം ഒരു ഏകാധിപതിയെപ്പോലെ ടെലവീവിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് വിമാനം കയറിയത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു കാര്യമാണ്. കാരണം എങ്ങനെ ക്രൂരനാവാൻ സാധിക്കും? ഒരുപക്ഷെ ചരിത്രത്തിൽ ഹിറ്റ്ലറൊക്കെ അറിയപ്പെടുന്നത് അതിൻ്റെ പേരിലാണ്, ഈ മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കിയവർ. അപ്പോൾ അങ്ങനെ ഒരു കുപ്പായം ധരിക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നു? ഒരുപക്ഷെ അധികാരഭ്രാന്തായിരിക്കാം. അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സുപ്രീം കോടതിയിൽ കിടക്കുന്ന കറപ്ഷൻ കേസിൽ അറസ്റ്റിലാവും എന്ന് മാത്രമല്ല, ഈ ആക്രമിച്ചില്ലെങ്കിൽ തങ്ങൾ പിന്തുണ പിൻവലിക്കുമെന്നാണ് വലതുപക്ഷ സിയോണിസ്റ്റുകളായിട്ടുള്ള അവിടുത്തെ ആഭ്യന്തരമന്ത്രി ബെൻഗീവറും അതുപോലെ തന്നെ അവിടുത്തെ ധനകാര്യമന്ത്രി സ്മോട്രിച്ചൊക്കെ പറയുന്നത്. അവരാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇത്രയും തീവ്രവാദി ആയിരുന്നില്ല ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി, അത് പറയാതെ വയ്യ. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ജയ് വിളിച്ച് കിടക്കുന്ന നമ്മുടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു ഏകാധിപതിയും ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏകാധിപത്യത്തിൻ്റെയും ക്രൗര്യത്തിൻ്റെയും പേരിലാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്കെയിൻ, ഒരുപക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രി ജനറൽ അസംബ്ലിയിൽ നടക്കുന്ന പ്രസംഗത്തിന് വലിയ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മറ്റു നേതാക്കളൊക്കെ ആയിട്ട് ചർച്ച ചെയ്താണ് അവിടെ കയറുന്നത്. പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത്. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ല. പക്ഷേ ഭൂരിപക്ഷം രാഷ്ട്രങ്ങൾ 150 രാജ്യങ്ങളാണ് സ്വതന്ത്ര പലസ്തീൻ അംഗീകാരം നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പുതുതായിട്ട് 10 യൂറോപ്യൻ രാജ്യങ്ങൾ കൂടിയിരിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുക എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. അത് വലിയതാണ്. അതിനിടയിൽ എസ്കെയിൻ, ഈ ഇസ്രായേലിൽ 90ഓളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗസ സിറ്റിയിൽ ഇടിച്ച് കയറുകയാണ് ഇസ്രായേലിൻ്റെ സേന. ഒപ്പം തന്നെ ആരും എതിർക്കാനില്ലല്ലോ. കുറച്ച് ഹമാസിൻ്റെ ആൾക്കാരാണ്, അവരെ ഒരു വിധത്തിലൊക്കെ അവർ കുറേ മാറിപ്പോവുകയും ചെയ്യും. കൊല്ലപ്പെടുന്ന സ്ത്രീകളും കുട്ടികളാണ്. 90 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇപ്പോൾ മരണസംഖ്യ 65,500-ന് അടുത്തെത്തി നിൽക്കുകയാണ് 23 മാസത്തിനിടയിൽ. ഈ ഒക്ടോബർ 7 എത്തുമ്പോൾ 2 വർഷം തികയും ഈ യുദ്ധത്തിന്. ആ തരത്തിൽ കാര്യങ്ങൾ പോകുന്നു. അതിനിടയിൽ എസ്കെയിൻ വലിയ ഒരു പ്രശ്നം കൂടി ഉരുത്തിരിഞ്ഞു വരുന്നു. കാരണം 51 കപ്പലുകളും ബോട്ടുകളുമായിട്ട് ഗ്രീസിൽ നിന്ന് ഈ ഗസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന ബോട്ട് കപ്പൽ വ്യൂഹം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തി ഇസ്രായേൽ സേന. 15-16 ഡ്രോണുകൾ ചെന്നു. 5 ബോട്ടുകൾ തകർക്കപ്പെട്ടു എന്നാണ് അറിയുന്നത്. ആരും മരിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. എന്തായാലും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടും അല്ലെങ്കിൽ ഇത് സംഭവിച്ചതിനെ തുടർന്ന് സ്പെയിനും ഇറ്റലിയും യുദ്ധക്കപ്പലുകൾ അയച്ചിരിക്കുന്നു. അപ്പോൾ യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടെയാണ് ഗസയിലേക്ക് വരുന്നത്. ഒരുപക്ഷെ ഇസ്രായേലും സ്പെയിനും അതുപോലെ ഇറ്റലിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ട് ഇത് മാറുമോ എന്നറിയില്ല. യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടെ ഭക്ഷണവുമായിട്ട് ഗസയിലേക്ക് ഇവരെത്തുന്നു. എസ്കെയിൻ, ബി ജെയിംസ്, ഇപ്പം യുക്രൈൻ യുദ്ധത്തെ ചൊല്ലി അമേരിക്ക റഷ്യ ഏറ്റുമുട്ടുന്ന സീസൺ ആണല്ലോ ഇത്. റഷ്യ തടഞ്ഞില്ലെങ്കിൽ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ആക്രമിക്കപ്പെടും എന്ന് വൊളോഡിമർ സെലൻസ്കി പറയുന്നു. ഇത് അദ്ദേഹം കുറച്ചധികം കാലമായി പറയുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ യൂറോപ്യൻ യൂണിയൻ ഈ സെലൻസ്കിയെ പിന്തുണയ്ക്കുന്നതും. അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
SKN ഒരുപക്ഷെ റഷ്യ ഇതുവരെ പിന്തുണച്ചിരുന്ന ട്രംപ് ചുവട് മാറ്റിയതോടെ അമേരിക്കയും റഷ്യയും തമ്മിൽ ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ന്യൂയോർക്കിൽ അവിടെ ജനറൽ അസംബ്ലി നടക്കുന്നതുകൊണ്ട് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവ് അവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മാർക്കോ റൂബിയോ US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഉണ്ട്. അവർ തമ്മിൽ വലിയ രീതിയിലുള്ള വാക്പോര് നടന്നുവെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഉക്രൈൻ യുദ്ധത്തെ ചൊല്ലി റഷ്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക രംഗത്ത് വന്നു. പക്ഷെ അമേരിക്കയുടെ നിലപാടുകൾ ശരിയല്ല, ഞങ്ങളുടെ പ്രദേശങ്ങൾ, ഞങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഞങ്ങളുടേതാണ്, അത് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ യുക്രൈന് പിടിക്കാനോ സമ്മതിക്കില്ല എന്ന തരത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ പോരിലേക്ക്, നേരിട്ടുള്ള പോരിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഭീഷണിയുടെ ഇതിലാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്, ഇത് ഞങ്ങൾ പല തവണ നിങ്ങളെ വിശ്വാസത്തിലെടുത്താണ്. അലാസ്കയിലേക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിളിച്ചു വരുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ് ചർച്ച നടത്തണം സെലൻസ്കിയും യുക്രൈനുമായിട്ട്. ഇതുവരെ ചർച്ച നടത്താനോ നേരിട്ട് കാണാനോ പുടിൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് പുടിനെതിരെ ഞങ്ങൾ തിരിയുന്നു എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനിടയിലാണ് സെലൻസ്കി UN ജനറൽ അസംബ്ലിയിൽ വലിയ രീതിയിൽ പറഞ്ഞത്, യുക്രൈനെ അവരാക്രമിച്ചു, നോക്കിയിരുന്നാൽ നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഓരോന്നിനും മേൽ ആക്രമണം വരാനിരിക്കുകയാണ്, റഷ്യ ഇതുകൊണ്ട് നിൽക്കില്ല. അതിന് ഉദാഹരണമാണ് പോളണ്ട് കയറി ആക്രമിച്ചു, അവിടെ ഡ്രോണുകൾ അയച്ചു, റൊമേനിയയിലേക്ക് അയച്ചു, 3 രാജ്യങ്ങളിലേക്ക് ഡ്രോണുകൾ അയച്ചതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ നടക്കണം. ഏറ്റവും അവസാനം എസ്റ്റോണിയയിലേക്കാണ് അയച്ചത്. അപ്പം അതുകൊണ്ട് റഷ്യക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി രംഗത്ത് വരണം. അമേരിക്കയുടെ പ്രസിഡന്റ് നൽകിയ ഒരു പിന്തുണ, സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ട്രംപ്, അതുകൂടി എടുത്തുകൊണ്ടാണ് സെലൻസ്കി അതിശക്തമായ ഭാഷയിൽ സംസാരിച്ചത്. അതിനിടയിൽ ട്രംപ് പറഞ്ഞ വാക്കുകൾക്കെതിരെ റഷ്യ രംഗത്ത് വന്നിട്ടുണ്ട്. തെറ്റിദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ട്രംപ് പല കാര്യങ്ങളിലും. റഷ്യയുടെ പ്രദേശങ്ങളാണ് ഉക്രൈൻ പിടിച്ചെടുത്തോളൂ എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപിനെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് ക്രെംലിനിൽ നിന്ന് റഷ്യയുടെ വക്താക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും വ്ളാഡിമിർ പുടിൻ തൽക്കാലം മൗനം പാലിക്കുകയാണ്. അദ്ദേഹം ഇതിൽ പങ്കെടുക്കാനും സാധ്യതയില്ല. കാരണം UN-ന്റെ അറസ്റ്റ് വാറന്റ് ഉണ്ട് വ്ളാഡിമിർ പുടിനെതിരെ. അപ്പോൾ എങ്ങനെയാണ് UN ജനറൽ അസംബ്ലിയിൽ പുടിൻ വന്ന് പങ്കെടുക്കുക? അദ്ദേഹം ഇതിലേക്ക് വന്നാൽ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കില്ല. എന്തായാലും അവിടുത്തെ വിദേശകാര്യമന്ത്രി ആയിട്ടുള്ള സെർഗെയ് ലാവ്റോവ് അടക്കം റഷ്യയുടെ വലിയ പ്രതിനിധി സംഘം ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും യുക്രൈൻ യുദ്ധവും അതുപോലെ തന്നെ ഇസ്രായേൽ യുദ്ധവും വല്ലാത്ത രീതിയിൽ ആഗോള തലത്തിൽ ജനറൽ അസംബ്ലിയിൽ UN ജനറൽ അസംബ്ലിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SKN. താങ്ക് യു VP ജെയിംസ്. ഇനി നാളെ കാണാം വിദേശ വാർത്തയുമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.